ഇന്ന് ഞാനേ നിങ്ങളോട് പറയുന്ന കാര്യം തേനീച്ചകളെ കുറിച്ച് കേട്ടോ. തേനീച്ചയെ എടുക്കുന്നതും വൻതേനീച്ചയാണേ. അവരെ പറ്റിയുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. തേനീച്ചയെ പിടിക്കുന്നതേ അത്ര ഈസിയായ ഒരു കാര്യമല്ല കേട്ടോ. ഇതിപ്പം കൈകാര്യം ചെയ്യുന്ന കാണുമ്പോൾ നിങ്ങളോർക്ക് ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്ന്. പക്ഷേ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഈ തേനീച്ചയുടെ കൊത്തു കൊള്ളാതിരിക്കാനായിട്ട് മുൻകരുതലുകളോ അല്ലെങ്കിൽ യാതൊരു കാര്യങ്ങളും ചെയ്യാതെ തന്നെ കയ്യിലൊരു ഗ്ലൗസ് പോലും ഇടാതെ തന്നെ അതിനെ എടുക്കണമെങ്കിൽ അത്ര പരിചയസമ്പന്നരായവർക്ക് മാത്രമേ അത് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവരാരും ഓടി ചെന്ന് തേനീച്ചയെ കാണുമ്പോൾ ചെന്ന് കൈയിട്ട് അതിനെ പിടിക്കാനൊന്നും ശ്രമിക്കരുത്. അത് നല്ല കുത്തു തരും കേട്ടോ. ആൾതാമസമൊന്നും ഇല്ലാത്ത ഒരു വീടിൻ്റെ അകത്ത് റൂമിലായിരുന്നു ഈ തേനീച്ചകൾ നല്ലതായിട്ട് അടയൊക്കെ വെച്ച് താമസമാക്കിയത്. നിങ്ങളൊന്ന് നോക്കിക്കേ, എത്ര അടകളാണ് ഉള്ളതെന്ന്. ചെറുതായിട്ട് പുകയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ തേനീച്ചകളെല്ലാം പല സൈഡുകളിലായിട്ട് അങ്ങ് പെതുക്കെ അങ്ങ് മാറി. പക്ഷേ ഇതിലൊന്നും തേനില്ല കേട്ടോ. അങ്ങും ഇങ്ങും ചെറുതായിട്ട് ഉള്ള തേനുകളെ ഉള്ളായിരുന്നു. ഒത്തിരി തേനുകളൊന്നും ഇല്ലായിരുന്നു. കൂടുതലും പുഴുവടയായിരുന്നു. ആഹാ, എന്താ രസം അല്ലേ ഇതുങ്ങളെ ഇങ്ങനെ കാണാനായിട്ട്. അതുങ്ങളെ പെതുക്കെ നോവിക്കാതെയാണ് ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ. ഒരു ഈച്ചയ്ക്ക് ഇച്ചിരി ശരീരത്ത് വേദന സംഭവിച്ചു പോയെങ്കിൽ അവർ നമ്മളെ കുത്തും. അപ്പം അതിനെ എടുക്കാൻ അതുപോലെ നല്ല പ്രാക്ടീസ് നമുക്ക് ഉണ്ടായിരിക്കണം. ഇനിയത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ അടകളെല്ലാം മുറിച്ചെടുത്ത് പെതുക്കെ ഓരോ ഒന്നായിട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു തേനീച്ചപ്പെട്ടിക്കകത്ത് ഇവരെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് വലിയൊരു പരിപാടിയാണ് കേട്ടോ. അതിന് ആദ്യമേ ഞങ്ങൾ ചെയ്തത് കുറച്ച് വാഴനാര എടുത്തിട്ട് അത് വെള്ളത്തിലിട്ട് കുതിർത്തു. എന്നിട്ട് ഈ ഓരോ അടകളും മുറിച്ചെടുത്തുകൊണ്ട് ഈ പെട്ടിക്കകത്താക്കി വാഴനാരും കൊണ്ട് കെട്ടി വെച്ച് കൊടുത്തു. ഇതിപ്പോൾ കാണുമ്പോൾ നമ്മൾ ഓർക്കും വളരെ ഈസി ആയിട്ട് ഇതിനകത്തോട് കൊണ്ട് കെട്ടി തൂക്കി അങ്ങ് ഇട്ടാൽ മതിയല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ അങ്ങനെയൊന്നും അല്ല കേട്ടോ. അത് ഓരോ അടകളും വളരെ ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മൾ അത് മുറിച്ചെടുക്കുന്നത്. അത് മുറിച്ചെടുത്ത് കൊണ്ട് വന്നിട്ട് അതിൻ്റെ അകത്ത് കൂടുതൽ ഇപ്പോൾ ഈ എടുത്തേക്കുന്ന അടകൾ മുഴുവനും പുഴുവടകളായിരുന്നു. ഇതിനകത്ത് റാണിയുടെ പുഴുവട ഉണ്ടോ എന്ന് നോക്കണം. അപ്പം റാണിയുടെ ആ പുഴുവട ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു കുറച്ച് ദിവസത്തിനുള്ളിൽ നമ്മളിത് വെച്ച് കഴിയുമ്പോൾ ആ റാണിയട വിരിഞ്ഞിട്ട് ഇതിൻ്റെ അകത്തുള്ള മുഴുവൻ കൊണ്ട് മുഴുവനല്ല, ഒരു പകുതി മുക്കാൽ ഈച്ചയും കൊണ്ട് ആ റാണി പറന്നുപോയി വേറെ ഒരു ഗ്രൂപ്പായിട്ട് അവർ ജീവിക്കും. അതിന് മുമ്പേ നമ്മളിപ്പോൾ ഇത് പിടിച്ചിങ്ങനെ വെക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഇവരെ അങ്ങോട്ട് പറത്തി വിട്ടാൽ ശരിയാകത്തില്ല. അപ്പോഴെന്ത് ചെയ്യും, നമ്മൾ ആ റാണി അട അല്ലെ പുഴുവട റാണിയുടെ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിച്ച് കളയാനായിട്ട് ശ്രമിക്കണം. തന്നെയല്ല, അതെടുത്ത് വെക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ അകത്ത് ഇപ്പം നിലവിലുള്ള റാണി ഉണ്ടോ എന്നും നോക്കണം. അതില്ല എങ്കിൽ പിന്നെ ഇത് വെച്ചുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. കാരണം മറ്റുള്ള ഈച്ചകളെല്ലാം പറന്നു പോകും. പിന്നെ അട തന്നെയായിട്ട് പെട്ടിക്കകത്ത് ആകുകയും ചെയ്യും. അതുകൊണ്ട് ഇത് വെക്കുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും അങ്ങനെ വിചാരിക്കേണ്ട. ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം ഇത് മറ്റൊരു പെട്ടിക്കകത്തോട്ട് ഈ ഈച്ചയെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട്. അങ്ങനെ നമ്മൾ അതിനകത്തുള്ള 3 അടകളും വളരെ സുരക്ഷിതമായിട്ട് തന്നെ മുറിച്ചെടുത്ത് പെട്ടിയിലാക്കി. ഇനി ഒരടയോടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നിങ്ങളൊന്ന് നോക്കിക്കുക, ചെറിയ പുക കൊടുത്തിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ അകത്തുള്ള തേനീച്ചകളെല്ലാം ഒരു സൈഡിലോട്ട് ആ ഭിത്തിയിലും മറ്റുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ ചെറുതായിട്ട് മാറാൻ തുടങ്ങി. അപ്പോൾ അട മാത്രമാണ് ഇപ്പം നമ്മൾ എടുത്ത് ഈ പെട്ടിയിലോട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അങ്ങനെ എല്ലാ അടകളും സുരക്ഷിതമായി ഈ പെട്ടിയിലേക്ക് മാറ്റിവെച്ചു. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഈച്ചയെ പിടിച്ച് ഇനി ഈ പെട്ടിയിലേക്ക് ആക്കണം. അപ്പോൾ ഈ എടുത്ത അടയ്ക്കകത്ത് റാണിയുടെ ഒരു മുട്ടയിരിപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ റാണിയായിട്ട് വിരിഞ്ഞു വരേണ്ട ഒരു പുഴുവായിട്ടിരിക്കുന്ന ഒരു ഈ സെല്ലിൽ ഇരിപ്പുണ്ട്. അത് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം മറ്റുള്ള എല്ലാ സെല്ലുകളെയും കാട്ടിലും ഇച്ചിരി വ്യത്യാസപ്പെട്ടാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഇത് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത് അടുത്ത ദിവസം തന്നെ അത് ഇപ്പോൾ ഒരു പുഴുവിൻ്റെ ഏകദേശം ഒരു രൂപമായിട്ടുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് വിരിയും. അതുകൊണ്ട് അത് പിന്നെ വിരിയാൻ സമ്മതിക്കുന്നില്ല. അതിനെ നമ്മൾ നശിപ്പിച്ച് കളയുന്നുണ്ട്.
ഇനി അടുത്ത പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ ഈച്ച ഉണ്ടല്ലോ, അത് നല്ലതായിട്ട് ഒരു കൂട്ടം ഈച്ചയുണ്ട്. ആ ഈച്ചയെ മുഴുവനായിട്ട് പിടിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഈ പെട്ടിക്കകത്തോട്ട് ആക്കണം. അത് ഇച്ചിരി പ്രയാസമുള്ള കാര്യം കേട്ടോ. എങ്ങനെയായാലും അത് കൈകൊണ്ട് തന്നെ പതുക്കെ വാരി അതിനെ എടുക്കുന്നത് കാണാം. അങ്ങനെ അതിനെ കൊണ്ടുവന്ന് ആ പെട്ടിയിലോട്ട് വെച്ച് കൊടുക്കും. ഒരു ചെറിയ തോതിലുള്ള പുക നമ്മൾ തൊണ്ട് തല്ലിയെടുത്തിട്ട് അതിൽ തീ കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് പുകഞ്ഞ് നിൽക്കും. ആ പുക മാത്രമേ ഇവിടെ കൊടുക്കുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് അതുങ്ങളെ പതുക്കെ ആ പുകയൊന്ന് അടുപ്പിച്ചതിന് ശേഷമാണ് കൈ കൊണ്ടത് വാരിയെടുക്കുന്നത്. അങ്ങനെ ഈച്ചയെല്ലാം വാരി പിടിച്ച് അതിൻ്റെ അടകളെല്ലാം എടുത്ത് പെട്ടിയിലാക്കി സെറ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് അതിനെ മാറ്റി വെച്ചു. എന്നിട്ട് ഇനിയിപ്പം അതിനെ 2 ദിവസമൊക്കെ അതിനെ സംരക്ഷിക്കണം. അത് പറന്നു പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കി അതിനെ സംരക്ഷിച്ച് നല്ല രീതിയിലുള്ള ഒരു സംരക്ഷണമൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും അത് പറന്നൊന്നും പോകത്തില്ല. കാരണം നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി. അത് പറന്നു പോകുന്നുണ്ടെങ്കിൽ അത് എവിടോട്ടാണ് പറന്നു പോകുന്നതെന്നും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. 2 ദിവസം ഒന്ന് ശ്രദ്ധിക്കണം. കാരണം അതിനെ പ്രത്യേകമായിട്ട് അതിൻ്റെ ഒരു നല്ല വിശാലമായി ഇരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് നമ്മളതിനെ കൂട്ടിക്കൊണ്ട് ആക്കുകയാണ്. അതിനെ വളരെ നമ്മൾ ബുദ്ധിമുട്ടിയാണ് ആ കൂടിൻ്റെ അകത്തേക്ക് ആക്കുന്നത്. അപ്പോൾ അതിന് യാതൊരു രീതിയിലുമുള്ള ഒരു പ്രയാസം വരാതിരിക്കാനായിട്ട് നമ്മൾ 2 ദിവസം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അത് സാധാ ലെവലിൽ തന്നെ തേനെടുക്കാനും പോവുകയും വരികയും ചെയ്യും. ആ വെച്ച അടകളെല്ലാം ആ ചെറിയ കമ്പയിലോട്ട് തന്നെ അത് തന്നെ സെറ്റ് ചെയ്ത് തുടങ്ങും. പിന്നീട് നമുക്ക് ആ വള്ളിയുടെ ഒന്നും ആവശ്യമോടെ വാഴനാരിൻ്റെ ഒന്നും ഒരാവശ്യം വരുന്നില്ല. അപ്പം ഇനിയും നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ എടുത്ത് നോക്കുമ്പം ആ അടകളെല്ലാം ആ ചെറിയ കമ്പുകളിൽ സെറ്റായിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ ഇന്നലെ ഒരു ഈച്ചയെ പിടിച്ചെടുത്തത്. വൻതേനീച്ചയായിരുന്നു, അതിനെ പിടിച്ച് പെട്ടിയിലാക്കിയത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ തേനീച്ച വിശേഷങ്ങൾ. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.